ഞാൻ ടി സി മേടിച്ചു പോണത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. രണ്ട്, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. പിന്നെ ഇന്ന് പ്രിൻസിപ്പളിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഞാൻ കേട്ടത് മതേതരത്വ സ്വഭാവത്തിൻ്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ്, വസ്ത്രധാരണത്തിനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. എൻ്റെ മകൾ ധരിച്ചിരുന്ന ഷാള് മതേതരത്വമില്ലേ ആ ഷാളിൽ? പിന്നെ കാര്യങ്ങൾ എനിക്ക് പറയാൻ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അഡ്വക്കേറ്റ് സംസാരിക്കുന്നതാണ്. അവൾക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും സ്കൂളിൽ വരാത്തത് കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ? അതെ അതെ, തീർച്ചയായും. തീരുമാനിച്ചിട്ടില്ല, ഇനി ടി സി മേടിച്ചതിന് ശേഷം തീരുമാനിക്കും. അല്ല, ബാക്കിയുള്ളത് എൻ്റെ അഡ്വക്കേറ്റ്. ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു മതഭ്രാന്തുള്ള ആളാണ്. അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺ കുമാർ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി 4 തവണയോളം ഹിജാബിൻ്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ. അദ്ദേഹത്തിന് 4 പെൺകുട്ടികളുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ലണ്ടനിൽ ന്യൂട്രീഷൻ കോഴ്സിന്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് PGക്ക് പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ റഷ്യയിൽ MBBS കോഴ്സിന് പഠിക്കുകയാണ്. ഇന്ന് രാവിലെ 3 മണിക്ക് ബോട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത്. അദ്ദേഹത്തിന് നിരവധി ലോണുകളുണ്ട്. ആ ലോണുകൾ മുഴുവനും, ആ സാമ്പത്തിക ബാധ്യത മുഴുവനും അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ, പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള, അത് ബോധപൂർവമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല, ആ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം തിരുത്തിയിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത്, ഈ സംഘർഷം, ഈ ഒരു പ്രശ്നം അവിടെ വിശേഷിച്ചും കേരളത്തിൽ ലത്തീൻ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഒരു സംഘർഷമാക്കി വളർത്താനുള്ള വളരെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് കരുവാകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സംഘർഷമായി മുന്നോട്ട് പോകേണ്ടതില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ മകളുടെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ ഹിജാബ് ധരിക്കുവാനുള്ള വിശ്വാസപ്രകാരവും സംസ്കാരപ്രകാരവുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു സംഘർഷവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്നതിൽ പ്രശ്നമായി ഞങ്ങൾ കാണുന്നത് ഒരേ ഒരു കാര്യമാണ്. അതായത് ഹിജാബ് നിഷേധിക്കുന്നത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മതേതര സങ്കല്പങ്ങളിൽ നിന്ന് പുറത്താണോ ഈ കുട്ടിയുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ സ്കൂൾ പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചു വരികയാണെങ്കിൽ ആദ്യ ദിവസം വന്ന പോലെ തന്നെ സന്തോഷത്തോടെ കുട്ടിയെ സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? അത്തരത്തിലൊരു സന്തോഷകരമായിട്ടൊരു അന്തരീക്ഷം ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിലൊരു സംഘർഷം, ഇതിൽ മാനേജ്മെൻറ്റിനെ ആ തരത്തിൽ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഈ ഒരു സംഘർഷ സാധ്യതയുടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്, ഈ കുട്ടി നേരത്തെ ഇദ്ദേഹത്തിൻ്റെ മറ്റു മക്കളൊക്കെ തന്നെയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ് പഠിച്ചിരുന്നത്. ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാത്തത് കൊണ്ട് ഈ സ്കൂളിലും അത് ഉണ്ടാവുമെന്ന് അവർ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നല്ല. ഇപ്പോൾ പലരും പറയുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത്, എന്തുകൊണ്ട് ഈ മാസം ഈ കുഴപ്പമുണ്ടാകുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഇവരത് പ്രതീക്ഷിക്കുന്നില്ല. പിന്നീട് സംഭവിച്ചത്
കുട്ടി സ്ഥിരമായി സ്കൂളിലേക്ക് ഹിജാബ് ധരിച്ചു പോവുകയും ക്ലാസ് റൂമിൽ കയറുമ്പോൾ അത് അഴിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് കുട്ടി സ്ഥിരമായി പ്രയാസം പറയുകയും കുട്ടിയുടെ മാതാവ് പലതവണ സ്കൂളിൽ ഇത് സംബന്ധിച്ച പരാതികൾ ഉന്നയിക്കാൻ ചെന്നിരുന്നു. ഈ പർട്ടിക്കുലറായ സംഭവം ഇതെന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തണം. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്കൂളിൻ്റെ ആനുവൽ ഡേ ദിവസം കുട്ടി സ്കൂൾ ക്ലാസ് റൂമിലല്ലാതെ ഹിജാബ് ധരിക്കുകയാണ്. അതിൻ്റെ പേരിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇതൊരു കുട്ടിയുടെ കയ്യിൽ എപ്പോഴും ഹിജാബുണ്ട്. അത് ക്ലാസ് റൂമിൽ എത്തുമ്പോൾ അഴിച്ചു വെക്കുകയും പുറത്തിറങ്ങുമ്പോൾ ഇടുകയും ചെയ്യുകയാണ് ചെയ്യുക. ആ ദിവസം ആനുവൽ ഡേ ആയതുകൊണ്ട് പുറത്തെ ഹാളിൽ നടക്കുന്ന പരിപാടിക്ക് കുട്ടി ഹിജാബ് ധരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ അദ്ദേഹം എന്തോ പ്ലാൻ ചെയ്ത് ഒക്ടോബർ മാസത്തിലൊരു പ്രശ്നം ഉണ്ടാക്കി എന്ന നിലയിലല്ല അതുണ്ടാവുന്നത്. അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ അപ്രതീക്ഷിതവും അല്പം ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ അതിൽ ഇത്രമാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒരു അഭിഭാഷകൻ എനിക്ക് ഒന്നാമത്തെ കാര്യം ഇതൊക്കെ വസ്തുതാപരമായി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. വീണ്ടും വീണ്ടും അത്തരം തർക്കങ്ങളിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ നേരത്തെ സ്കൂളിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിമർശനങ്ങളും പരാതികളും എല്ലാം വസ്തുതാപരമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു പറയുന്നത്. ശ്രീ അനസിനോടൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അന്ന് നമ്മളോട് പറഞ്ഞതാണല്ലോ പിറ്റേ ദിവസം മുതൽ സ്കൂളിൽ വരികയാണ്. ഞാൻ തന്നെ പറഞ്ഞോളാം. ഇനി അതിൽ ഒരു തർക്കത്തിലേക്ക് പോവേണ്ടതില്ല എന്നതാണ് നമ്മുടെ നിലപാട്. ഈ പറയപ്പെടുന്ന സംഭവം അദ്ദേഹത്തെ ജനപ്രതിനിധികൾ വന്ന് കണ്ടിരുന്നു. സ്കൂൾ മാനേജ്മെൻറ്റുമായി ഒരു ചർച്ച നടന്നിട്ടില്ല. ചർച്ച നടന്നത് ജനപ്രതിനിധികളുമായിട്ടാണ്. ആ സന്ദർഭത്തിൽ ഇത് വലിയൊരു കുഴപ്പത്തിലേക്ക് പോകുന്നു നാട്ടിൽ, നിങ്ങൾ അത്തരം ഒരു കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവരോട് ശരി എങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഈ സംഭവ വികാസങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇനി അങ്ങോട്ട് പോകേണ്ടതില്ല എന്നവർ തീരുമാനിക്കുന്നത്.